വടക്കുംനാഥന്റെ മണ്ണിൽ ആരുടെ പൂരമാണ് ഗംഭീരം? ഇതൊരു വലിയ ചോദ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലം തൃശൂർ. UDF കരുത്തനായ മുരളീധരനെ അങ്കത്തട്ടിലിറക്കി മത്സരം കൊഴുപ്പിച്ച തൃശൂർ. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും ഉജ്ജ്വലനായ സ്ഥാനാർത്ഥി, CPI നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ സ്ഥാനാർത്ഥി. അങ്ങനെ 3 സ്ഥാനാർത്ഥികളും വളരെ അധികം വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന തൃശൂരിൽ ഒരു പ്രവചനം അസാധ്യമാണ് എന്നതാണ് സത്യം. എന്നിരുന്നാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം 72 നിൽക്കുന്നു. തൃശൂർ മണ്ഡലത്തിൽ ലേശം കൂടുതലാണ്, 73%. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ 80% നിന്നും ഏറെ താഴെയുമാണ് തൃശൂരെ വോട്ട്. ഇടതുപക്ഷം വളരെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം തന്നെയാണ് തൃശൂർ. VS സുനിൽകുമാർ, അദ്ദേഹം തൃശൂർക്കാരനാണ്, തൃശൂർ ജനിച്ചു വളർന്നയാളാണ്, വരുത്തനായ ആളല്ല. അദ്ദേഹത്തിന് വളരെയധികം വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തിബന്ധം വോട്ടായി മാറുകയും CPIക്ക് കേരളത്തിൽ ഏറ്റവും ശക്തിയുള്ള 2 സ്ഥലങ്ങളാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളും തൃശൂർ ജില്ലയും. ആ തൃശൂർ ജില്ലയുടെ CPIയുടെ വോട്ടുകൾ ഒരിടത്തും പോവില്ല. അത് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പോലും സ്വന്തം നേതാവിന് അത് പോൾ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. CPMന്റെ വോട്ടാണ് പിന്നെ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രസ്റ്റീജ് മത്സരമായിട്ട് തന്നെയാണ് അതെടുത്തത്. കാരണം വിവാദങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം തന്നെ ഉണ്ടായി. CPM ഏറ്റവും പ്രതിരോധത്തിലായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു തൃശൂർ. കാരണം തൃശൂരാണ് കരുവന്നൂർ മേഖല, തൃശൂർ മണ്ഡലത്തിനുള്ളിലാണ്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ അത് വളരെ വലിയ പ്രതിരോധത്തിലാക്കി CPMനെയും ഗവൺമെന്റിനെയും. അത് മറികടക്കണമെങ്കിൽ തൃശ്ശൂരെ വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ CPM ആഗ്രഹിക്കുന്നില്ല, സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് പോരാട്ടം തന്നെയായിരുന്നു തൃശ്ശൂർ. അതുകൊണ്ട് മറ്റ് ചില ഇടങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഇടതുപക്ഷ വോട്ടുകൾ, പന്ന്യൻ രവീന്ദ്രൻ ലഭിക്കാവുന്ന ഇടതുപക്ഷ വോട്ടുകൾ ചിലതെങ്കിലും അവസാന നിമിഷം ശശി തരൂരിലേക്ക് വരികയും അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താനാവുകയും ചെയ്യും എന്ന ഒരു പ്രതീക്ഷ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷേ സമാനമായ സാഹചര്യമല്ല തൃശ്ശൂരിൽ. തൃശ്ശൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ജയിച്ചു വരും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഇടതുപക്ഷത്തിന്റെ അവസാന വോട്ടും തൃശ്ശൂരിൽ പോൾ ചെയ്യപ്പെട്ടു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കിട്ടാവുന്ന എല്ലാ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു എന്ന ഒരു ആത്മവിശ്വാസമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം കണ്ടത്, CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും കണ്ടത്. LDFന്റെ ചിന്തകളിൽ തൃശ്ശൂർ എഴുതി തള്ളിയിട്ടില്ല. അതാണ് സത്യം. അത് LDFന്റെ കണക്ക് മാത്രം. ഇത് നമ്മൾ ഇതിനെ ഒരു സാധ്യത പരിശോധിക്കണമെങ്കിൽ 3 പാർട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കാണണം. ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ കൊണ്ടുവരാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ. കാരണം ഒന്ന്, കരുണാകരന്റെ തട്ടകം. കരുണാകരൻ ഏറെക്കാലം പ്രതിനിധീകരിച്ച മാള മണ്ഡലം, മാള നിയമസഭാ സെഗ്മെന്റ് ഉൾപ്പെടുന്ന ആ മേഖല, ഏറ്റവും അധികം പ്രാവശ്യം കരുണാകരൻ സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തൃശ്ശൂരാണ്. അദ്ദേഹം കണ്ണൂർക്കാരനാണെങ്കിൽ പോലും തൃശ്ശൂർ അദ്ദേഹത്തിന്റെ ഭവനമായി തന്നെ കാണുന്ന രാമനിലയം സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ, അല്ലെങ്കിൽ മുരളി മന്ദിരം സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ. പത്മജ വേണുഗോപാൽ എന്ന മുരളീധരന്റെ സഹോദരി അപ്രതീക്ഷിതമായി BJPയിലേക്ക് കൂടുമാറിയപ്പോൾ അതിശക്തമായി അതിനൊരു അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ, എന്നാൽ ഇതാ ഞാൻ വരുന്നു മത്സരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ മുരളീധരൻ തന്നെ തൃശ്ശൂരിലേക്ക് വന്നിറങ്ങിയപ്പോൾ അതൊരു ഫൈറ്ററുടെ ഒരു റോളാണ്. മുരളീധരൻ തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ പോലും നിന്ന് തോൽവി വാങ്ങാൻ പോലും മടിക്കാത്ത ധൈര്യശാലിയായ മുരളീധരൻ എന്നൊരു കാൻഡിഡേറ്റിന്റെ മികവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ TN പ്രതാപനേക്കാൾ ഒരു പോരാട്ട വീര്യമുള്ള ഒരാളാണ് മുരളീധരൻ. TN പ്രതാപൻ ഏറെക്കാലമായി ആ മണ്ഡലം വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ച ആളുമാണ്. അദ്ദേഹം ഒരുപക്ഷെ നിയമസഭയിലേക്ക് മത്സരിക്കാനും MLA ആവുകയും അതുവഴി മന്ത്രിയാവുകയും ഒക്കെ ചെയ്യാൻ, അടുത്തത് UDF സർക്കാർ ആണെങ്കിൽ മന്ത്രിയാകാം എന്നൊരു മോഹത്തിൽ നിൽക്കുന്നയാളാണ് TN പ്രതാപൻ. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ പലപ്പോഴും മറന്നേക്ക് ഗ്രൂപ്പ് വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്രാവശ്യം കാര്യമായ ഗ്രൂപ്പ് വഴക്കുകളൊന്നുമില്ല. ശ്രീ മുരളീധരന്റെ പിന്നിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായി അണിനിരുന്നു. പക്ഷെ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ്, ഒരു 5-6% വോട്ടിൽ കുറവ് വന്നു. ഈ വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകളാണോ? അത് UDFനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടായ കല്ലുകടി, അതിൽ മുരളീധരൻ നടത്തിയ പ്രസ്താവന, ഇതൊരു BJPയും CPMും തമ്മിലുള്ള ഒത്തുകളിയാണ്. BJP CPM ബാന്ധവും ഒക്കെ തുറന്നു കാട്ടാൻ
നല്ല പോലെ കെ മുരളീധരൻ ശ്രമിച്ചു എങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാനാവുമോ എന്ന ഒരു സന്ദേഹം ഇപ്പോഴുണ്ട്. പക്ഷേ UDF ക്യാമ്പുകളും തൃശ്ശൂരെ കുറിച്ച് വളരെ പ്രതീക്ഷ തന്നെയാണ് പുലർത്തുന്നത്. UDF ക്യാമ്പ് എഴുതി തള്ളിയിട്ടേ ഇല്ല. അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു UDFന്റെ ഒരു സാധ്യതകൾ. UDFന്റെ അവസാന വോട്ടും പോൾ ചെയ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം UDF സംവിധാനം LDF സംവിധാനത്തിന്റെ അത്രയും കൺസോളിഡേറ്റഡ് അല്ല. ഒരു പാർട്ടി കേഡർ സ്വഭാവം ഇല്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെയുള്ള മറ്റു പാർട്ടികൾ, അവിടുത്തെ ഒരു ന്യൂനപക്ഷ വോട്ട്, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് 20% വരും ആ മണ്ഡലങ്ങളിൽ. ആ മണ്ഡലത്തിൽ അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ ഈ സുരേഷ് ഗോപിക്ക് പോകാതെ പൂർണ്ണമായും കെ മുരളീധരനിലേക്ക് വരികയും മുസ്ലിം വോട്ടുകൾ വരികയും ഒക്കെ ചെയ്താൽ അങ്ങനെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ VS സുനിൽകുമാറിനല്ല, മറിച്ച് കെ മുരളീധരനാണ് അനുകൂലമായി വരുന്നതെങ്കിൽ മുരളീധരന് സാധ്യതയില്ലാതില്ല. പക്ഷേ ഇവിടെ എന്റെ ഒരു ചിന്ത, ന്യൂനപക്ഷ തൃശ്ശൂര് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ മൂന്നായി ചിതറിയിരിക്കാനുള്ള സാധ്യതയാണ്. ചെറിയൊരു പങ്ക് സുരേഷ് ഗോപിക്കും വലിയൊരു പങ്ക് മുരളീധരനും സാമാന്യം തരക്കേടില്ലാത്തൊരു പങ്ക് VS സുനിൽകുമാറിനും പോയിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതുകൊണ്ട് തൃശ്ശൂർ ഉറപ്പായും UDF ജയിക്കുമെന്ന് കൃത്യമായി ഇപ്പോൾ പ്രവചിക്കാനാവില്ല. UDFന് മുൻതൂക്കമുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് LDF UDFും അല്ല. പ്രസ്റ്റീജ് പോരാട്ടം BJPയുടേതാണ്. കഴിഞ്ഞ 5 വർഷത്തിലധികമായി BJP സ്ഥാനാർത്ഥി സിനിമാ താരം കൂടിയായ സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ താമസിച്ച് അവിടുത്തെ ഒരുവനായി ജനങ്ങളോട് ഇടപഴകി നിൽക്കുകയാണ്. ആ ബന്ധങ്ങളെല്ലാം അദ്ദേഹം മാത്രമല്ല സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവാക്കി വികസന പ്രവർത്തനങ്ങളും ജനോപകാര കാര്യങ്ങളും ചെയ്യുന്ന ഒരുപക്ഷെ അത്യപൂർവം വ്യക്തികളിൽ ഒരാളാണ്, നേതാക്കളിൽ ഒരാളാണ് BJP വളരെ പ്രതീക്ഷയോടെ ഫീൽഡ് ചെയ്തിരിക്കുന്ന സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് ആകെയുള്ളൊരു ന്യൂനത, സുരേഷ് ഗോപി കേന്ദ്രത്തിന്റെ ആളാണ്. സംസ്ഥാന BJPക്ക് അനഭിബന്ധനൊന്നുമല്ല എങ്കിലും സംസ്ഥാന BJPയുടെ നേതാക്കൾ കെ സുരേന്ദ്രനേക്കാൾ അല്ലെങ്കിൽ മറ്റ് നേതാക്കളെക്കാൾ, ശോഭാ സുരേന്ദ്രനേക്കാൾ ഒക്കെ ഏറെ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന കേന്ദ്ര നേതൃത്വത്തിനോട് നേരിട്ട് ശ്രീ അമിത്ഷായുമായും ശ്രീ നരേന്ദ്രമോദിയുമായും നേരിട്ട് സംവദിക്കാനുള്ള വ്യക്തിപരമായ സൗഹൃദമുള്ള അധികായനായ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ BJPക്ക് ഉപരിയായി വോട്ട് പിടിക്കാൻ, BJPയുടെ കോർ വോട്ട് മാത്രമല്ല BJPയുടെ കേഡർ സംവിധാനത്തിന്റെ പ്രയോജനം ലഭിക്കുകയും അതേസമയം നിഷ്പക്ഷ വോട്ടുകൾ, മോദി പ്രഭാവത്തിൽ വരുന്ന വികസന വോട്ടുകൾ ഒരുപക്ഷെ മറ്റാർക്കും പോകില്ല, സുരേഷ് ഗോപിക്ക്. മോദി വന്നാൽ ഇവിടെ വികസിത ഭാരതം 2047 സാധ്യമാകും എന്ന് ചിന്തിക്കുന്ന പുതിയ തലമുറ ആൾക്കാരുണ്ടാവും. അത് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന്റെ നിഷ്പക്ഷ വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് സ്വാംശീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. താമര ചിഹ്നത്തിൽ മറ്റു ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും അത് ന്യൂനപക്ഷങ്ങളും ഉണ്ടാവാം. ആ വോട്ടുകളും സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ BJPക്കുള്ളിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ തലപ്പൊക്കത്തിൽ ഒരുപക്ഷെ സംസ്ഥാന നേതാക്കൾക്കും പ്രാദേശിക നേതാക്കൾക്കും ഒക്കെ ഒരുപക്ഷെ ചെറിയ ആശങ്കകൾ ഉണ്ടാവാം. പക്ഷേ അതൊന്നും തന്നെ വോട്ടിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയില്ല. ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 2 മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശ്ശൂരും. അവിടെ BJP വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ കാണുന്നില്ല എന്നതാണ് ആ സാധ്യത, ഇപ്പോഴത്തെ സത്യം. അത് 73% വോട്ട് എങ്ങനെ BJPയെ ബാധിക്കും? അതാണ്. BJPയുടെ കോർ വോട്ട് ചെയ്തിരിക്കും, ഉറപ്പായി ചെയ്തിരിക്കും. മറ്റൊരു തെരഞ്ഞെടുപ്പിലും ചെയ്യാത്ത വോട്ടുകൾ പോലും BJPക്ക് വേണ്ടി അവസാന വോട്ടും ഈ പ്രാവശ്യം ചെയ്തിരിക്കും. നൗ ഓർ നെവർ അല്ലെ? സുരേഷ് ഗോപി വിടാതെ മണ്ഡലം കാത്തയാളാണ്. തോറ്റു, 2 പ്രാവശ്യം തോറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു 2019, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗം പയറ്റി തോറ്റു. എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ മണ്ഡലത്തിൽ തന്നെ തമ്പടിച്ച് ക്യാമ്പയിൻ ചെയ്ത സുരേഷ് ഗോപി, ഏറ്റവും ദീർഘകാലത്തെ ക്യാമ്പയിൻ ചെയ്ത സുരേഷ് ഗോപിയുടെ ക്യാമ്പയിന് വിജയമുണ്ടാവും എന്ന ഉത്തമ ബോധ്യത്തിലാണ് BJP. അപ്പോൾ പിന്നെ എന്താണ് പ്രഡിക്ഷൻ? 3 സ്ഥാനാർത്ഥികൾക്കും ഏതാണ്ട് തുല്യമായ സാധ്യതയാണ്. ഏത് സ്ഥാനാർത്ഥി ജയിച്ചു വന്നാലും വളരെ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമേ വിജയിക്കാനാവൂ എന്നത് തന്നെയാണ് തൃശ്ശൂരെ അടിസ്ഥാന യാഥാർത്ഥ്യം.